ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും എന്നാ പണിയാ? ഞങ്ങളിവിടെ ഏകദേശം സമയം 7:30 ആയി കേട്ടോ. അതേ ചേട്ടായി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോളൂ. വന്ന വഴി നമ്മൾ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലൈറ്റ് അവിടുന്ന് കൊളുത്തൊക്കെ വിട്ടുപോയി കിടക്കുമായിരുന്നേ, മിററിൻ്റെ ചുറ്റുനിന്ന്. അപ്പോൾ പിന്നെ അതൊന്ന് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടായി അമ്മയും മക്കളും കൂടെ വന്ന വഴി പണി തന്നെന്നൊക്കെ പറഞ്ഞ് അത് ഫിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് വന്ന വഴി തന്നെ കുളിക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ചോറിനുള്ള കറികളൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാമെന്ന്. അപ്പോൾ ഇത് വഴുതനങ്ങ ഞാൻ കറികളൊക്കെ നേരത്തെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടി ചെറിയ തീയൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മീൻ മസാലയൊക്കെ പുരട്ടി വറക്കാൻ വേണ്ടി വെച്ചായിരുന്നു. ഇത് ചെറിയ നത്തോലിയാണേ. അപ്പോൾ ഇത് വെളിച്ചെണ്ണ എടുത്ത് വെച്ചു. അതിനിടയ്ക്ക് ഇത് കണ്ടോ, ഞാൻ അതിനിടയ്ക്ക് തേങ്ങ ഞങ്ങൾ ഇന്നലെ പോയി നമ്മുടെ മലയാളിക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. 3-4 തേങ്ങ മേടിച്ചു. പക്ഷെ എല്ലാം തന്നെ കേടാട്ടോ. ഒരുമാതിരി ഒരു ചീഞ്ഞ സ്മെല്ല്, കേടായ സ്മെല്ലായിരുന്നു എല്ലാത്തിനും. ഒരു തേങ്ങയും കൂടെ ബാക്കി ഇരിപ്പുണ്ടെന്നാ പിന്നെ വിചാരിച്ചു എന്താണെങ്കിലും എല്ലാം പൊട്ടിച്ച് കേടായി, ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് എന്താ കാര്യം, അതും കൂടെ പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് തേങ്ങാവെള്ളം പിടിക്കുക കേട്ടോ. ഇൻ കേസ് ഇത് കുഴപ്പമില്ലെങ്കിൽ തേങ്ങാവെള്ളം ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പൊങ്ങൊക്കെ വരാൻ തുടങ്ങിയായിരുന്നേ. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു കേടായി കാണുമെന്ന്. പക്ഷെ കണ്ടപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന തേങ്ങ പോലെ തോന്നിയേ. ഇങ്ങനെ വിട്ടുപോയി ചിരട്ടേന്ന് നമ്മുടെ ഇത് പൊങ്ങ്. പക്ഷെ മണമാട്ടോ, ഭയങ്കര മണമാണ് കേട്ടോ തേങ്ങയ്ക്ക്. കേടായി, ഇതും കേടായി. പിന്നെ വേണമെങ്കിൽ ഒരു കറിക്ക് പെട്ടെന്ന് അധികം വെക്കാതെ ഉപയോഗിക്കാമെന്ന് മാത്രം. ആ പൊങ്ങ് ഞാനെടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയി. പണ്ടിങ്ങനെ തേങ്ങ പൊതിക്കുമ്പോഴേ ഇങ്ങനെ പൊങ്ങുള്ള തേങ്ങയിൽ പോയി നോക്കിയിരുന്ന് പൊങ്ങൊക്കെ പെറുകി തിന്നുമായിരുന്നു കേട്ടോ. അതങ്ങനെ ഒരു കാലം. അപ്പോൾ നമ്മുടെ ഇതേ വഴുതനങ്ങ മെഴുക്കുവരട്ടിയൊക്കെ ചൂടായി വന്നു. മീനാണെങ്കിലും ഞാനൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നത്തോലി ആയതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ചെറിയ തീയിൽ വെച്ചേക്കുകയാണേ. അതാകുമ്പോൾ ചേട്ടായി കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ചൂടോടെ കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ആ സമയത്ത് മീൻ അവിടെ ഇരുന്ന് ആകുന്ന സമയത്ത് ഞാനുണ്ടല്ലോ പാത്രങ്ങളൊക്കെ ഇരുന്നത് കഴുകി വെച്ചു. അപ്പോൾ അത്രയും പാത്രങ്ങൾ അവിടെ നിന്ന് കഴുകി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് മാങ്ങയും കുമ്പളങ്ങയൊക്കെ മേടിച്ചായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങയാണെങ്കിൽ ഒന്ന് ചെത്തി ഒന്ന് ഫ്രീസറിൽ, ഞാൻ മാങ്ങ മേടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് മേടിച്ചിട്ട് ഞാനത് ഫ്രീസ് ചെയ്ത് വെക്കും കേട്ടോ. അതാകുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടപ്പോൾ എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അത് മാങ്ങയൊക്കെ എല്ലാം അരിഞ്ഞു വെച്ചു. അതിനിടയ്ക്ക് മുത്തിതേ മാങ്ങ എടുത്ത്, മുത്ത് മാത്രമല്ല കേട്ടോ, ഞാനും എടുത്തെടുത്ത് കഴിക്കുന്നുണ്ട്. എനിക്കൊക്കെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം മാങ്ങയൊക്കെ. പച്ചമാങ്ങ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് പണ്ട് എന്തേലും കഴിച്ചുകൊണ്ടിരുന്ന. ഇപ്പം അങ്ങനെ കഴിക്കാൻ മാത്രം ലഭ്യതയില്ല, ഭയങ്കര വിലയാണ് കേട്ടോ മാങ്ങയ്ക്കൊക്കെ. പിന്നെ മുത്ത് പ്ലേറ്റുകളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. ഞാനാണ് കറികളെല്ലാം എടുത്ത് വെച്ചു. ചേട്ടായി വന്നിട്ടുണ്ട് കുളി കഴിഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കഴിച്ചിട്ട് പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ഇന്നലത്തെ ചിക്കൻ കറിയും ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ തീർത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതും കൂടെ എടുത്തിട്ടുണ്ട്. ചോറ് വിളമ്പുകയാണേ. ചോറ്, നത്തോലി വറുത്തത്, അതുപോലെ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് വരട്ടി. വഴുതനങ്ങ നമ്മൾ നല്ല വെളിച്ചെണ്ണയിലിട്ട് മെഴുക്ക് വരട്ടി എടുത്തതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സവോള പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റി എടുത്തതാണ്. പിന്നെ നമ്മുടെ ഇന്നലെ വെച്ച ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെച്ച ചിക്കൻ കറി ആയിരുന്നു കേട്ടോ ഇന്നലെ. വല്ലപ്പോഴും അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാറുള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ കിഴങ്ങൊക്കെ ഇട്ട്. പണ്ട് അങ്ങനെ വെക്കുമായിരുന്നല്ലോ. പിന്നെ മോരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നറ്. ചോറ് വളരെ കുറച്ച് വല്ലപ്പോഴുമൊക്കെ വൈകുന്നേരം കഴിക്കാറുള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ എന്താണേലും മസ്റ്റായിട്ട് ചോറ് കഴിക്കും. പിന്നെ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അച്ചാറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നറ്. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ.